നമസ്കാരം രുചികെട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മലബാർ സ്പെഷ്യൽ ഉന്നക്കായ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉന്നക്കായൊക്കെ പല വിധത്തിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ ഏത് വിധത്തിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നതെന്നൊക്കെ. അപ്പം നമുക്കിതിന് ആദ്യം ആവശ്യം എന്ന് പറഞ്ഞാൽ 3 പഴമാണ്. അപ്പം ഞാനിത് വേവിച്ചെടുത്തതാണ്, ആവി കയറ്റി എടുത്തതാണ്. 3 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് തൊലി കളഞ്ഞ് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇപ്പം പുഴുങ്ങിയ പഴം ഇങ്ങനെ കട്ട് ചെയ്യുമ്പം ഉണ്ടാവുന്ന ആ കറുത്ത ഇതുണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറ്റാം കേട്ടോ. അപ്പോൾ ഉടച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതങ്ങ് മാറ്റി കൊടുക്കാം. ഇനി നല്ലപോലെ ഉടച്ചെടുക്കാം. അപ്പം പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. പാൻ ചൂടായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് കൊടുക്കാം. അതുപോലെ മുന്തിരി, അണ്ടിപ്പരിപ്പും മുന്തിരിയും മൂത്ത് വരുന്ന സമയത്ത് ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പം മുട്ട നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. അടുത്ത നമ്മൾ ഇതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യം നോക്കിയിട്ട് ഒരു 1/2 മുതൽ 1/4 കപ്പ് വരെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി പഞ്ചസാര കൂടെ ഇടണം. പഞ്ചസാര ഞാനിപ്പം ഒരു 1/4 കപ്പാണ് ഇടുന്നത്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇടാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഫില്ലിങ് വെച്ച് അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് കയ്യിലൊക്കെ കുറച്ച് ഓയിലോ നെയ്യോ ഒക്കെ ആക്കി കൊടുക്കാം. കാരണം പഴം ആയതുകൊണ്ട് അങ്ങനെ ചെറിയൊരു പറ്റലുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആവശ്യം നോക്കിയിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഷേപ്പ് ചെയ്യാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇതെല്ലാം ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ എടുത്തു. അതിൽ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇതുപോലെ ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അധികം പഴുക്കാത്ത പഴം എടുത്ത് ആവിയിൽ വേവിച്ച് ചെയ്ത് നോക്കുക. അതിൻ്റെ ഫില്ലിങ് നമ്മൾ മുട്ടയും കൂടെ ചേർത്തിട്ടാണ് ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.